ഈ വിഗ്രഹാരാധന നടത്തുന്നത് കാഫിറാവോ? അല്ല, ഞാൻ ആ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് ഈ വന്ന ആളല്ല ഞാൻ. അതായത് നമ്മൾ ഒരു മതപരമായി വിഷയം കൈകാര്യം ചെയ്യാനുള്ള പാണ്ഡിത്യം അല്ലല്ല, ഞാൻ ആ ബുദ്ധിമുട്ടിലേക്ക് തള്ളി വിടുന്നില്ല. താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. അല്ല, ബുദ്ധിമുട്ടല്ലാതെ ഞാൻ നിങ്ങൾ അങ്ങനെ ഒരു വിഷയം തന്നിട്ട് അല്ല. ഒരു മിനിറ്റ് ഗോകുലെ, നിങ്ങൾ എവിടെന്നെങ്കിലും ഗൂഗിളിൽ നിന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് അതിന് ഉത്തരം പറയാൻ ഇപ്പൊ നമുക്ക് കഴിയില്ല. മാത്രമല്ല ഇത് റെക്കോർഡാണ്. എന്തെങ്കിലും പിന്നെ വിളിച്ചു പറയാൻ പറ്റുമോ? നമുക്ക് അറിയുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃത്യമായി അദ്ദേഹം നേരത്തെ പിന്നെ സുമേഷ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു. നിങ്ങൾക്കും സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അർത്ഥം എന്താണെന്ന്. അങ്ങനെ മോശപ്പെട്ട പദമല്ല. ഒരു അവിശ്വാസി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ കൂട്ടിക്കോ. ഒരു മിനിറ്റ് പറയട്ടെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി എന്നുള്ള നിലക്ക് ഞാൻ അതിങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അനിൽ നമ്പേക്ക് അയച്ചു തരാം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരവും അതിന്റെ പ്രതിഷേധത്തിന്റെയും ഒരു വാർത്ത ഞാൻ ഈ ചർച്ച കഴിഞ്ഞിട്ട് ശ്രീ അനിൽ നമ്പ്യാർ അയച്ചു തരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. അതാണ് ഞങ്ങൾ ഗൗരി ലങ്കേഷ് മരിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് തൊട്ടടുത്ത ദിവസം ഈ പിന്നെ ആര്യൻ മിശ്ര എന്ന് പറയുന്ന ഹരിയാനയിലെ ഫരീദാബാദിലെ ബ്രാഹ്മണ യുവാവ് പശുഭീകരാൽ കൊല്ലപ്പെട്ടപ്പോൾ തൊട്ടടുത്ത ദിവസം ആ ഫരീദാബാദിലെ അവിടെ പോയി അദ്ദേഹത്തിന്റെ അമ്മ ഉമാ മിശ്രയെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഞാനും അഡ്വക്കേറ്റ് ഷിബു മേരാൻ ഉൾപ്പെടെ യുദ്ധ നേതാക്കന്മാരും. എന്താണത്? ബംഗാളിലോട്ട് പോകണം. അല്ല, സെലക്റ്റീവ് അല്ല. ഹൈദരാബാദിൽ കൊല്ലപ്പെട്ട ആൾക്കാരെ പേര് തരാം. എവിടെ ബിർള എന്താ പറയാ ഗോകുൽ ചാട്ട് ചോദിക്കട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ദിൽഷുഖ് നഗറിൽ ബോംബിട്ട് ഹൈദരാബാദിൽ ഒരു 10-20 കൊല്ലം മുമ്പ് നടന്ന ബോംബ് ബ്ലാസ്റ്റ് 8 പേരെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. 8 പേരുടെ പേര് പറയട്ടെ. ഞാൻ പറയുന്നില്ല. എനിക്ക് എത്ര ചോദിക്കാണ്. നിങ്ങള് ഒരു സേവ് ബംഗ്ലാദേശ്, ഹിന്ദു ബംഗ്ലാദേശ് എന്നൊരു പോസ്റ്റർ അടിച്ച് ട്വീറ്റ് ചെയ്തിരുന്നോ? നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സേവ് ഗാസ എന്നാണ് ചെയ്തിട്ടുണ്ടാവില്ലോ, സേവ് റഫ എന്നാണ് ചെയ്തിട്ട്. നിങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്തിനാ പിന്നെയും നിങ്ങൾ ബംഗ്ലാദേശിനെ പറ്റി പറയാം. അപ്പൊ ചർച്ച ബംഗ്ലാദേശിനെ പറ്റിയാണ്. നിങ്ങൾ ഇല്ലാത്ത ഗോത്രയും പിന്നെ ബാക്കി സ്ഥലങ്ങളെ പിടിച്ചോണ്ട് മാത്രം സമയം കൊടുക്കില്ല. എനിക്ക് പറയാൻ സമയം തരൂ. ശരി, നിങ്ങൾ പറഞ്ഞോളാം. ലോജിക്കലായിരിക്കണം, അത്രേ ഉള്ളൂ. ലോജിക്കല്ല, ജെന്യൂൻ കൂടിയാണ്. ഞാൻ സംഭവങ്ങളെ കൃത്യമായി പരാമർശിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ നിങ്ങൾ നേരത്തെ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞു. ആ ബംഗ്ലാദേശിലെ ഗവൺമെന്റ് അതിന് കൂട്ടു നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്കും നമുക്കും അറിയാം. പക്ഷെ ഇന്ത്യയിലെ ഗവൺമെന്റ് നോക്ക് നിങ്ങൾ. ഇപ്പൊ ബാബു ബജ്രംഗി, ആരാണ് ബാബു ബജ്രംഗി? 93 പേരെ ഗുജറാത്ത് കലാപ സമയത്ത് നിഷ്ഠൂരമായി കൊന്നയാളാണ്. അദ്ദേഹത്തിന് ഇപ്പൊ പരോള് കൊടുത്ത് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാൻ ഭരണകൂടം ശ്രമിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഒഡീഷയിൽ ഒരു സംഭവം ഉണ്ടായി. ശ്രീ അനിൽ നമ്പ്യാർ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഒഡീഷയിലെ ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയുന്ന ആളെയും ക്രിസ്ത്യൻ പിന്നെ ആ ഫാദറിനെയും അതുപോലെ തന്നെ 2 പിഞ്ചു മക്കളെയും ഏറെക്കുറെ 26 കൊല്ലം അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിലെ 2ാം പ്രതിയെ പുറത്തു വിടാൻ വേണ്ടി അവിടുത്തെ ഒഡീഷയിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ജയിൽ ഉപദേശക സമിതി ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇന്നാണ് അതിന്റെ വാർത്ത വന്നിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നോക്കൂ, നിങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടല്ലേ പ്ലീസ്. അല്ല, അത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞോളി, ഞാൻ കേട്ടോളാം. ഞാൻ പറയുന്ന ഇന്നത്തെ വാർത്തതാ ഇത് നോക്കി. ഈ ഗ്രാൻഡ് സ്റ്റെയിന്റെ ഇന്നലത്തെ വാർത്തയാണ്, ഒരു ദിവസം മുമ്പ് വന്ന വാർത്തയാണ്. ഇന്നലത്തെ വാർത്ത ലേറ്റസ്റ്റ് ആണ്. അതായത് 26 കൊല്ലം. നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ഷാക്കിർ പറഞ്ഞത് ഭാരതത്തിൽ ഈ വർഗീയ ലഹളകളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. പ്രതിസ്ഥാനത്ത് കൊന്നത് RSSകാരാണെന്ന് പറഞ്ഞു. അതിന്റെ കണക്കാണ് ഞാനും ചോദിച്ചത്. ശ്രീ സുരേഷ് കൊച്ചാട്ടിലും ചോദിച്ചത് അതാണ്. താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളും. തെളിവുണ്ട്. അല്ല, കാണിക്ക്. ഏതാ തെളിവ്? തെളിവ് കാണിക്ക്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ. ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെ? ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു. പറയട്ടെ, ശ്രീ അനിൽ നമ്പ്യാർ പറയാൻ നിങ്ങൾ സമ്മതിക്കാറില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഞാൻ എന്തെങ്കിലും ന്യായം പറയാൻ നിങ്ങൾ തടസ്സപ്പെടുത്തും. അല്ല, ചോദ്യത്തിന് ഉത്തരം പറയാനല്ലോ. ചോദ്യത്തിന് ഉത്തരം മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ വേണ്ടി വന്നതല്ലല്ലോ ഞാൻ. അല്ല, എന്നാലും താങ്കളാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾ തെളിവുകൾ ഹാജരാക്കണം.
എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ ഞാൻ തെളിവുകൾ ലഭിച്ചത്? ഒറ്റവാചകത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചർച്ച കേൾക്കുന്ന താങ്കളിപ്പോൾ പറയുന്നുണ്ടല്ലോ, പ്രേക്ഷകർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവും. താങ്കളിപ്പോൾ പറയുന്നുണ്ടല്ലോ, അതിന് തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? എവിടെ നിന്നാണ് ഈ വിവരം താങ്കൾക്ക് ലഭിച്ചത്? മാത്രം പറഞ്ഞു. തെളിവുണ്ട്. ഉണ്ട്. ഒറ്റ ഉണ്ട് പറഞ്ഞുതരാം. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ഗുജറാത്ത് കൂട്ടക്കൊലയാണ്. തുടർന്ന് കേൾക്ക്. അതാണ് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. നിങ്ങൾക്ക് ഞാനിത് പറയുന്ന ഇഷ്ടം, ഇത് എല്ലാവർക്കും അറിയുന്നല്ലേ. അതിലെ പ്രതികൾ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഭരണകൂടത്തിന് അതിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടു. അതിൽ ഇടപെട്ട സഞ്ജീവ് ഭട്ടിന് ഉൾപ്പെടെ ഇപ്പോ ജയിലിൽ അടിച്ചിരിക്കുകയാണ്. ആ ബാബു ബജറംഗി പുറത്താണ്. 93 ആളെ കൊന്ന് ബാബു ബജറംഗിയെ പുറത്ത് പരോളിൽ കൊടുത്തു. ചോദ്യത്തിന് ഉത്തരമായില്ല. നിങ്ങൾക്ക് എന്താ തെളിവ് കൂടുതൽ വേണോ? ചോദ്യത്തിന് ഉത്തരമായില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. 82 പേര് ഒരു ദിവസം കൊല്ലപ്പെടുന്നു ഇന്ത്യ രാജ്യത്ത്. 29,000 പേര് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു. ഈ 29,000 പേരെ എല്ലാം RSS കൊന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയല്ല, അത് കൊല്ലപ്പെടാൻ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. പക്ഷേ മതപരമായി മതവിശ്വാസികളായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം നിരപരാധികളായിട്ടുള്ള നൂറുകണക്കിന് ഇസ്ലാം മതവിശ്വാസികളെ ഈ സംഘപരിവാര കൂടിയിൽ കൊന്നിട്ടുണ്ട്. യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ അഖിലാഖിനെ കൊന്നു, ജുനൈദിനെ കൊന്നു, ഇപ്പൊ ഷാഹി മസ്ജിദിൽ 5 പേരെ കൊന്നു. ഇവരൊന്നും മനുഷ്യരല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഈ ബംഗാളിൽ 2 സഹോദരങ്ങളും ഒരു ഇസ്ലാം ശ്രീ അനിൽ നമ്പ്യാർ പറയോ ഈ കൊല്ലപ്പെട്ട എല്ലാ മനുഷ്യരും കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയോ? ഞാൻ പറയും. കാരണം എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഒരു കൊലപാതകത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കൊച്ചുവീട്ടിൽ അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകൻ എന്നാ കൊടുത്ത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഏതോ RSSന്റെ കാര്യവാഹകറ്റ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ISS അല്ല, മനസ്സിലാക്കാം. യുവരാജ് ഗോകുലിന്റെ ടൈറ്റിൽ നിങ്ങൾ കൊടുത്ത് BJP എന്നാണ്. പക്ഷെ മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ശ്രീ സുമേഷ് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കുഴപ്പം തന്നെ. ഓബ്ദുള്ളയോട് ഞങ്ങൾ യോജിക്കണില്ലല്ലോ. ഞങ്ങൾ യോജിക്കണില്ല. ആരാ ഓബ്ദുള്ള? ഷാക്കിർ. ഓബ്ദുള്ളയോട് എന്തിനാ ഞങ്ങൾ യോജിക്കണത്? ഷാക്കിർ ടൈറ്റിൽ എന്താണ്? ഞങ്ങൾ മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ചോദ്യം അറിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അയാളെ യുവരാജ് അറിയില്ല. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരുടെയൊക്കെ ന്യായീകരണങ്ങൾ നമുക്കുണ്ടോ? ഓക്കെ.